എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതം ഒരു തീവണ്ടി യാത്ര പോലെയാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി മറ്റൊരു സ്റ്റേഷനിൽ അത് അവസാനിപ്പിക്കുന്നു, അല്ലേ? അതിനറിയാം എവിടെയാണ് എത്തിപ്പെടേണ്ടത് എന്ന കൃത്യമായ ധാരണ ഓരോ തീവണ്ടി യാത്രയ്ക്കുമുണ്ട്. ഒരു തീവണ്ടിയെ സംബന്ധിച്ച് അതിന് ഒരു എഞ്ചിനുണ്ട്, ഒപ്പം ഒരുപാട് കമ്പാർട്ട്മെന്റുകളുമുണ്ട്. ഈ എഞ്ചിൻ ഒരു ചങ്ങല പോലെ മറ്റുള്ള കമ്പാർട്ട്മെന്റുകളെ പേറി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ തുടക്കം ഒടുവിൽ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യം, അതിനിടയിൽ ഒരുപാട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ കൂടി ഓരോ തീവണ്ടി യാത്രയ്ക്കുമുണ്ട്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ തുടക്കം എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, എവിടെയാണത് അവസാനിക്കുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ യാത്രക്കിടയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ കൂടി എല്ലാ ജീവിതത്തിനുമുണ്ട്. നമ്മുടെ ജീവിതത്തിനും ഒരു എഞ്ചിനുണ്ട്, അല്ലേ? അത് നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ തലച്ചോറ്. എന്നാൽ ഒരുപാട് കമ്പാർട്ട്മെന്റുകളുമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളും ഒരുപാട് കമ്പാർട്ട്മെന്റുകളെ, അതായത് നമ്മുടെ തലച്ചോറ് ഒരുപാട് കമ്പാർട്ട്മെന്റുകളെ പെറിയിട്ട് തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കമ്പാർട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു കമ്പാർട്ട്മെന്റാണ്, നമ്മുടെ സ്വപ്നങ്ങൾ ഒരു കമ്പാർട്ട്മെന്റാണ്, നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ ധൈര്യം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹാർഡ് വർക്ക്, നിരന്തരമായി പരിശ്രമിക്കുവാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ നമ്മുടെ കമ്പാർട്ട്മെന്റുകളാണ്. നമുക്കറിയാം, ഒരു തീവണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിന്, ഒരു ബോഗിക്ക് താളം തെറ്റിയാൽ ആ തീവണ്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് പിന്നെ റെഡിയാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ, ആത്മവിശ്വാസത്തിന്റെ, ശുഭാപ്തി വിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, നിരന്തരമായ പരിശ്രമത്തിന്റെ, ഹാർഡ് വർക്കിന്റെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒക്കെ കമ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ താളം തെറ്റിയാൽ നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അതാണ്. ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് അയാൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്ന നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നു. നിരന്തരമായി പരിശ്രമിക്കുവാനുള്ള, ഈ മടിയൊക്കെ കയറി വരുമ്പോൾ നിരന്തരമായി പരിശ്രമിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നഷ്ടപ്പെടുന്നു. പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമുക്ക് നഷ്ടപ്പെടുന്നു. ധൈര്യം നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോഴൊക്കെ ജീവിതം പിന്നീട് നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ജീവിതത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ കൂടിച്ചേരലുകളാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ വെറുതെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ധൈര്യത്തെ, നമ്മുടെ ആത്മവിശ്വാസത്തെ, ശുഭാപ്തി വിശ്വാസത്തെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ, നിരന്തരമായി പരിശ്രമിക്കുവാനുള്ള മനസ്സിനെ നമുക്ക് സംരക്ഷിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ കമ്പാർട്ട്മെന്റാണ്, വിജയത്തിന്റെ കമ്പാർട്ട്മെന്റുകളാണ്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും കൃത്യമായ ചില ചേരുവകളുണ്ട്. നമ്മൾ ഏതൊരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാലും, ഏതൊരു കാര്യത്തെ നോക്കിക്കഴിഞ്ഞാലും അതിന് കൃത്യമായ ചില ചേരുവകളുണ്ട്, അല്ലെ? നമ്മുടെ വീട്ടിൽ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ആ പലഹാരത്തിനുണ്ട് കൃത്യമായ ചില ചേരുവകൾ. നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാൻ ഒരു ടൈലറിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾക്കറിയാം അത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള കുറെ പീസുകൾ ഇങ്ങനെ കോർത്ത് നിൽക്കിയിട്ടാണ് ഒരു ഷർട്ട് തുന്നിച്ചേർക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിന് കൃത്യമായ ചില ചേരുവകളുണ്ട്, കൃത്യമായ ഒരു രീതിശാസ്ത്രമുണ്ട്. നമ്മുടെ വിജയത്തിനും കൃത്യമായ ചില ചേരുവകൾ ആവശ്യമുണ്ട്, അതിന് കൃത്യമായ ചില രീതികളുമുണ്ട്. അത് മനസ്സിലാക്കുക, അത് കൃത്യമായി നമ്മൾ ചേർത്ത് പിടിക്കുക, സുരക്ഷിതമായി അതിനെ താളം തെറ്റാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ചോർന്നു പോയതിന്റെ പേരിൽ പല പല കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. ഒരുപാട് മുന്നോട്ട് പോയി എവിടെയൊക്കെയോ വെച്ച് പല പ്രശ്നങ്ങൾക്കുമിടയിൽ പല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച ആളുകളാണ് നമ്മൾ.
അതുകൊണ്ട് തന്നെയാണ് വിചാരിച്ച ലക്ഷ്യങ്ങളിലേക്ക് ഒരു മനുഷ്യന് പലപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൊരു കാര്യം, ജീവിതത്തിൽ പലതും സംഭവിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകും, പല പരാജയങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങളൊന്നും നമുക്ക് കൈമോശം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നത്. മറിച്ച് ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും മൂല്യങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ദിവസം വിജയം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയും. അല്ലെങ്കിലും സക്സസ് എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ തന്നെ നൽകിയിട്ടുണ്ട്. സക്സസ് ഈസ് ദി പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വെൽത്തി ഗോൾ. മൂല്യവത്തായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അനുക്രമമായ ഒരു പ്രവർത്തനത്തിന്റെ സാക്ഷാത്കാരമാണ് വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സാഹചര്യങ്ങളിലും മുന്നോട്ട് തന്നെ പോവുക. ഒരു ലക്ഷ്യം കണ്ട് അതിനുവേണ്ടി നിരന്തരമായി മുന്നോട്ട് പോവുക. തീവ്രമായ ആഗ്രഹത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പോസിറ്റീവ് മനോഭാവത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയൊക്കെ നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനുള്ള ഒരു ദിവസം കാലം സമ്മാനിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.